എന്നെ എങ്ങാനും കണ്ട പിന്നെ അത് മതി. എന്ത് വന്നാലും മിഥുനേട്ടൻ എന്നെ കാണാൻ പാടില്ല. നീ എന്നേക്കുമായി മിഥുനെ ഉപേക്ഷിച്ച് എങ്ങോട്ടെങ്കിലും പോണം. നന്ദൻ കുടുംബത്തിലുള്ളവർക്ക് ഇനി മഷിയിട്ട് നോക്കിയാ പോലും നിന്നെക്കുറിച്ചുള്ള വിവരം കിട്ടരുത്. നീ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ ചെയ്തോളാം. എനിക്ക് പ്രോമിസ് ചെയ്യേ. ഹലോ, എക്സ്ക്യൂസ് മീ. മിഥുനേട്ടൻ എന്തിനാ പിന്നെ തിരിച്ചു വന്നേ? ഹലോ, വിളിച്ചു കേട്ടില്ലേ? നിങ്ങളല്ലേ ആ മാനേജർ ഭാസ്കറിന്റെ അനിയത്തി? ഈ സമയത്ത് ഒരിടത്ത് അടങ്ങിയിരിക്കണം. ഇങ്ങനെ ജോലി ചെയ്യാനൊന്നും പാടില്ല. ഡെലിവറി കഴിയുന്നത് വരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ഇങ്ങനെ അശ്രദ്ധ കാണിച്ചാൽ എങ്ങനെയാ? ഞാൻ പറഞ്ഞതുപോലെ കേട്ടോ? എന്താ തിരിച്ചൊന്നും പറയാത്തെ? ഇതെന്താ കേട്ട ഭാവം പോലും കാണിക്കാത്തെ? ഞാനിതൊക്കെ പറയുന്നത് എന്തിനാന്ന് വെച്ചാ, മിഥുൻ, മിഥുൻ, come, come on, വാ മിഥുൻ. Come on. എന്താ മഞ്ജരി? ഞാനൊരു സ്പെഷ്യൽ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, വന്ന് കുടിച്ച്. നീ നിക്ക് മഞ്ജരി, അവിടെ. ഷേടാ, കം മിഥുൻ, കം. അവിടെ ഇരുന്നേ. സാർ, ഇന്നത്തെ പത്രം. ഞങ്ങൾക്ക് ചായയും ന്യൂസ് പേപ്പറും ബിസ്ക്കറ്റൊക്കെ തന്നത് മതി. ആദ്യം നിന്റെ അനിയത്തിയെ ഡെലിവറി കഴിയുന്നവരെ നല്ലവണ്ണം നോക്ക്. അതിനെന്താ പറ്റിയത് സാർ? പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോൾ പണിയെടുത്ത് കാശുണ്ടാക്കാൻ പോയിരിക്കല്ലേ? എന്താ ഈ കാണിക്കുന്ന ഭാസ്കർ? ഞാൻ പറഞ്ഞ അവള് കേക്കില്ല സാറേ. എന്ത് ചെയ്യാനാ? തന്നെ ഇറങ്ങി അങ്ങ് പോയിക്കോളുക. അങ്ങനെ പറയല്ലേ. 9 മാസം കഴിഞ്ഞ് ഗർഭിണിയായ സ്ത്രീയെ ഇമ തെറ്റാതെ നമ്മൾ നോക്കണം. എവിടെയെങ്കിലും ഒരു ചെറിയ പാകപ്പിഴ പറ്റിയാൽ മതി. അതിന് കൊടുക്കേണ്ട വില വളരെ വലുതായിരിക്കും. ഈ സമയത്തൊരു ചെറിയ തെറ്റ് പറ്റിയാൽ പോലും അത് ജീവൻ വരെ അപകടത്തിലാക്കും.
മാസം തികഞ്ഞിരിക്കുന്ന പെൺകുട്ടിയെ മലമുകളിലെ തേയിലക്കാട്ടിലേക്ക് എന്തിനു ജോലിക്ക് പറഞ്ഞയക്കുന്നത്? സോറി മാഡം, അവൾ ഒരിടത്ത് അടങ്ങിയിരിക്കുന്ന കൂട്ടത്തിലല്ല. എപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. ഞാൻ എന്ത് ചെയ്യാനാ മാഡം? ഞങ്ങളുടെ മരുമോൾ ഇതുപോലായിരുന്നു. അവൾക്കൊരിക്കലും വെറുതെ ഇരിക്കാൻ ഇഷ്ടമായിരുന്നില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കും അവള്. അവളുണ്ടെങ്കിൽ അവിടെയുള്ളവർക്കെല്ലാം എപ്പോഴും ഒരു സഹായമായിരിക്കും. ചിലരങ്ങനെയൊക്കെയാ. ഇത്തരം കാര്യങ്ങളിൽ ആര് പറഞ്ഞാലും കേൾക്കില്ല എന്ന് കരുതി മറ്റുള്ളവരെ സഹായിക്കാതിരിക്കാനും ആവില്ല. പക്ഷേ അല്ലെങ്കിൽ തന്നെ ഞാനിതെന്തിനാ നിന്നോട് പറയുന്നത്? ആദ്യം അവളെ വീട്ടിലേക്ക് വിളിച്ചോണ്ട് പോ. കുറച്ച് നാളത്തേക്ക് ഇത്തരം ജോലികളൊന്നും ചെയ്യാതിരിക്കാൻ പറ. പറയാം മാഡം. മേഘേ, നിക്കവിടെ. എന്താ നീ ചെയ്യുന്നത്? നിന്നോട് ജോലിയൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞല്ലേ? തീയതി അടുത്തിരിക്കുമ്പോഴാണോ നിന്റെ അഭ്യാസങ്ങളൊക്കെ? ഇത്ര പോലും ശ്രദ്ധയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യണ്ടേ? അതുകൊണ്ടൊന്നും അല്ല ഏട്ടാ. 2-3 ദിവസത്തേക്ക് വളരെയേറെ ശ്രദ്ധിക്കണം. കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. എത്ര വട്ടം ഞാൻ എല്ലാം പറഞ്ഞതാ. നീ നടക്ക്, വീട്ടിലേക്ക് വാ. മിഥുനേട്ടനും അമ്മയും ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ എസ്റ്റേറ്റ് ഒക്കെ അവരുടേതായിരിക്കണം. എത്ര ദിവസത്തേക്കുള്ള വരവാണോ എന്തോ. കുറേയേറെ ദിവസങ്ങൾ ഇവിടെ നിന്ന ഇന്നല്ലെങ്കിൽ നാളെ എന്നെ കണ്ടെന്നിരിക്കും. മഞ്ജരിക്ക് കൊടുത്ത വാക്കനുസരിച്ച് ഞാൻ ഈ ജന്മം ഇനി മിഥുനേട്ടനെ കാണാൻ പാടില്ല. മറിച്ചു വല്ലതും സംഭവിച്ച മഞ്ജരിയുടെ സ്വഭാവം മാറുന്നത് എപ്പോഴാണെന്ന് പറയാൻ പറ്റില്ല. ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇവരാരും അറിയാതെ ഇവിടുന്ന് കടന്നു കളയണം. മറ്റെവിടെയെങ്കിലും ആശ്രയം തേടണം. അരുണിമ എന്ന് ഫോണിൽ വിളിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്നലെ വൈകിട്ട് എനിക്ക് ഈ ചുമന്ന വളകൾ കൊണ്ടു തന്നത് മിഥുനേട്ടന്റെ അമ്മയായിരുന്നല്ലേ? ഈ സമയത്ത് ഒരിടത്ത് അടങ്ങിയിരിക്കണം. ഇങ്ങനെ ജോലി ചെയ്യാനൊന്നും പാടില്ല. ഡെലിവറി കഴിയുന്നത് വരെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. ആദ്യം നിന്റെ അനിയത്തിയെ ഡെലിവറി കഴിയുന്നവരെ നല്ലവണ്ണം നോക്ക്. പൂർണ്ണ ഗർഭിണിയായിരിക്കുമ്പോ പണിയെടുത്ത് കാശുണ്ടാക്കാൻ പോയിരിക്കല്ലേ? എന്തായി കാണിക്കുന്ന ഭാസ്കർ? എന്റെ സീമന്തം നടക്കുന്ന സമയത്ത് എന്റെ സ്വന്തം ആൾക്കാരായിട്ട് ആരുമില്ലാതെ അനാഥയായി നിൽക്കേണ്ടി വന്നല്ലോ എന്ന് കരുതിയതാ. എന്നാൽ അങ്ങനെയല്ല. എന്റെ ഭർത്താവ്, എന്റെ അമ്മായിയമ്മ, ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എല്ലാവരുടെയും അനുഗ്രഹത്തോടു കൂടിയാണ് എന്റെ സീമന്തം നടന്നത്. ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു. എന്റെ ആഗ്രഹം നിറവേറ്റി തന്നല്ലോ നീ ഈശ്വര.
ഭാർഗവ പണിക്കർ എന്തായിരിക്കും ഫോൺ ചെയ്യുന്നത്? അരുണിമേ, പറയൂ ഭാർഗവ പണിക്കരെ. അരുണിമേ ഇപ്പൊ എവിടെയാ? ഞാനും മിഥുനും കൂടി വാഗമണ്ണിലേക്ക് വന്നതാ. അവിടെ ഇടിയും മിന്നലുമായിട്ട് പെരുമഴ പെയ്യുന്നുണ്ടോ? ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ. എങ്കിൽ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഇനിയും മിഥുന് എന്തെങ്കിലും ആപത്ത് വരുന്നുണ്ടെന്നാണോ? ആപത്തല്ല, അതിലും ഉപരി മിഥുന്റെ ജീവിതത്തിൽ എന്തോ നടക്കാൻ പോകുന്നു. മിഥുന്റെ ജീവിതത്തിലേക്ക് എന്തോ ഒന്ന് കടന്നു വരുന്നുണ്ട്. ഭാർഗവ പണിക്കർ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മിഥുന്റെ ജീവിതം മറ്റൊരു ദിശയിലേക്ക് തിരിയുകയാണ്. അതെന്താണെന്നോ ആര് മുഖേനയാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ അവനിപ്പോ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവിലാണ്. അതെന്താണെന്ന് പറയൂ പണിക്കരെ. അവിടുന്ന് വരുമ്പോൾ നിങ്ങളോടൊപ്പം എന്തോ കൊണ്ടുവരാൻ പോകുന്നു. എന്തുകൊണ്ടുവരുമെന്ന് പറയുന്നേ? അതെന്താണെന്നാ എന്റെ ദിവ്യദൃഷ്ടിയിൽ തെളിഞ്ഞു കാണുന്നില്ല. എന്നാലും നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് അത് വന്നു ചേരുന്നത്. മിഥുന്റെ ജീവിതത്തിലെ വഴിത്തിരിവിന് അത് വലിയ കാരണമായി തീരും. ഇവിടെ നിന്ന് എന്നേക്കുമായി പോകുന്നതിന് മുൻപ് അമ്മയെയും മിഥുനേട്ടനെയും ഒരു വട്ടം ഒന്ന് കാണണം. അരുണിമേ, നീ വിചാരിക്കും പോലെ ഇത് ആപത്തൊന്നുമല്ല, മറ്റെന്തോ ഒരു വലിയ കാര്യമാണ്. ആ മാറ്റത്തെ സ്വീകരിക്കാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറായിരിക്കെ. കുറച്ചു നാൾ ഇവിടെ തന്നെ നിൽക്കണമെന്നാണല്ലോ കരുതിയ. അടുത്ത കാലത്തൊന്നും മംഗലാപുരത്തേക്ക് പോകണമെന്നും കരുതിയില്ല. എന്നിട്ടിപ്പോ ഭാർഗവ പണിക്കര് പറയുന്നത് ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ കൂടെ എന്തെങ്കിലും കൊണ്ടുപോകുന്നല്ലേ. പക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. അമ്മ മിഥുനേട്ടന്റെ ഭാര്യയായി, അമ്മയുടെ മരുമോളായി മരണം വരെ സന്തോഷത്തോടെ ജീവിക്കണമെന്നാ കരുതിയത്. പക്ഷെ എനിക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല. വിധിക്ക് പോലും എന്നോട് എന്തോ പകയാ. അതാ എന്നെ ഇങ്ങനെ ഓടിച്ചോണ്ടിരിക്കുന്ന. ഇനി ഒരിക്കലും ചിലപ്പോ കണ്ടെന്ന് പോലും വരില്ല. ഒരിക്കലും ഒപ്പം ജീവിക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടാവില്ല. നിങ്ങളെല്ലാവരെയും നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള എന്റെ ഈ ജീവിതം പോലും എനിക്ക് മടുത്തിരിക്കുന്നു. ഹലോ ഹലോ മിഥുൻ, പറയൂ ഡാഡ്. നിങ്ങൾ രണ്ടുപേരും എത്രയും പെട്ടെന്ന് മംഗലാപുരത്തേക്ക് തിരിച്ചു വരണം. അത്രയ്ക്ക് എന്താ എമർജൻസിയാ? നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് ആ പ്രവീൺ മാധവന്റെ കയ്യിലെത്തി നമ്മുടെ ഷെയർസ് വീണ്ടും തിരിച്ചു പിടിക്കാൻ ഒരു അവസരം ഒത്തുവന്നിരിക്കുക. വാട്ട് ആർ യു ടോക്കിംഗ് ഡാഡ്? കുറെ മാസങ്ങളായിട്ട് പരിഹാരമില്ലാതെ ആ ഇഷ്യൂ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? പരിഹാരം കിട്ടുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. ആ പ്രവീൺ മാധവ് ഒരു വലിയ പ്രശ്നത്തിൽ ചെന്ന് കുടുങ്ങിയിരിക്കുകയാണ്. വീണ്ടും നമ്മുടെ ഷെയർസ് തിരിച്ചു പിടിക്കാനുള്ള ഒരു ബലവും കളവും നമുക്ക് ഒത്തുവന്നിരിക്കുക. ഷെയർ ഹോൾഡേഴ്സ് എല്ലാവരും ഇപ്പൊ നമ്മുടെ കൂടെയാണ് നിൽക്കുന്നത്. മേഘന കാണിച്ചു വെച്ചൊരു വിഡിത്തം ഇന്ന് നമ്മളെ ആ പ്രവീൺ മാധവന്റെ കാൽക്കൽ കൊണ്ടിട്ടിരിക്കുക. മേഘനയുടെ സ്വാർത്ഥതയ്ക്ക് നമ്മളാ ഇപ്പൊ ബലിയാടായിരിക്കുന്നേ. ഇത്രയും നാളുകൾ കഴിഞ്ഞിട്ടും അതിന്റെ പേരിൽ നമ്മളിപ്പോഴും എത്രയെത്ര പ്രശ്നങ്ങളെ നേരിടുന്നേ. മിഥുൻ, കഴിഞ്ഞതിനെ കുറിച്ച് വീണ്ടും പറഞ്ഞിട്ട് എന്താണ് കാര്യം? അന്ന് മേഘനയുടെ സിറ്റുവേഷൻ എന്തായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയില്ലല്ലോ. ഇപ്പൊ നമുക്ക് ആ പ്രവീൺ മാധവന്റെ കാല് തല്ലി ഒടിച്ചിട്ടാണെങ്കിൽ പോലും ആ ഷെയർസ് തിരിച്ചു പിടിച്ചേ മതിയാകൂ. ഇവിടുത്തെ സാഹചര്യങ്ങളെല്ലാം നമുക്ക് അനുകൂലമാണ്. നിങ്ങളിങ്ങി വന്നാ മതി.
ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ഡു ദാറ്റ്. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ മോമനോട് കൂടി ഒന്ന് പറഞ്ഞേക്ക്. ഒട്ടും താമസിപ്പിക്കണ്ട. ഓക്കെ ഡാഡ്, ഞങ്ങൾ ഇപ്പൊ തന്നെ ഇറങ്ങുക. അപകടമൊന്നുമല്ല, പക്ഷേ മിഥുന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാ. അവിടുന്ന് വരുമ്പോൾ നിങ്ങൾ കൂടെ എന്തോ ഒന്ന് കൊണ്ടുവരുന്നുണ്ട്. മോം, നമ്മളോട് വേഗം തന്നെ മംഗലാപുരത്ത് എത്താൻ പറഞ്ഞിരിക്കുക. ഇത്ര എമർജൻസി ആയിട്ട് എന്തിനങ്ങോട്ട്? ആ പ്രവീൺ മാധവനെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തണം മോം. നമ്മുടെ ഷെയർസ് തിരിച്ചു പിടിക്കാനുള്ള സമയമായി. കുറച്ചു മുമ്പ് ഡാഡ് ഫോൺ ചെയ്തിരുന്നു. വേഗം ചെല്ലാൻ. മിഥുൻ, മിഥുനേട്ടനോടൊപ്പം ജീവിതം തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. കൊതി തീരുന്നതിന് മുൻപ് മഞ്ജരിയുടെ ചതിക്ക് മുന്നിൽ ഏട്ടനെ എനിക്ക് പിരിയേണ്ടി വന്നു. ഇനി ഒരിക്കലും എനിക്ക് ആ നിഴലിൽ പോലും തൊടാനായി എന്ന് വരില്ല. പക്ഷെ മിഥുനേട്ടനെ അറിയാം, നമ്മുടെ കുഞ്ഞി ഭൂമിയിൽ ജനിക്കാൻ പോവാ. ആ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയ മിഥുനേട്ടനെ അമ്മയെ എത്രമാത്രം സന്തോഷിക്കുമെന്ന് എനിക്കറിയാം. പറഞ്ഞിട്ട് കാര്യമില്ല മിഥുനേട്ട, മഞ്ജരി എന്ന ചെകുത്താൻ അതിനുള്ള ഭാഗ്യം എന്റെ കുഞ്ഞിന് കൊടുത്തില്ല. നമ്മൾ എന്തിനാ ഇവിടേക്ക് വന്നതെന്ന് നീ മറന്നുപോയോ മിഥുൻ? മോം, ഇവിടെ വന്നതിന് ശേഷം എൻ്റെ മനസ്സ് ഒത്തിരി റിലാക്സ് ആയി. പെട്ടെന്നൊരു പുതിയ ശക്തി ആർജിച്ച പോലെ തോന്നുക. ഞാനിപ്പോൾ ഓക്കെയാണ് മോം. ഐ എം പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ആൻഡ് ഇപ്പം നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ മനോവിഷമത്തെക്കുറിച്ചല്ല, നടക്കാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. എന്നെ കുറിച്ച് ആർക്കും ഒന്നും പറയാനില്ലേ? അപ്പോ എനിക്ക് എന്ത് പറ്റിയതായിരിക്കും ഇവരൊക്കെ ചിന്തിച്ചിരിക്കുന്നത്? ഇനി ഞാൻ മരിച്ചു എന്നെങ്ങാനും കരുതി കാണോ? എന്തായാലും അമ്മ ഒരു കൊലപാതക കുറ്റവാളിയായി മാറാതിരിക്കണമെങ്കിൽ ഇനി ഒരിക്കലും ഞാൻ അമ്മയെയോ മിഥുനേട്ടനെയോ കാണരുത്. അതാണല്ലോ എനിക്ക് വിധിച്ചിരിക്കുന്നത്. ഇരുട്ട് മുമ്പ് നമുക്ക് മംഗലാപുരത്ത് എത്തണം. ഒന്ന് പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. ഈ രാത്രിയിലെ യാത്ര എനിക്കെന്തോ വേണ്ടെന്ന് തോന്നുന്നു. അതും ഘാട്ട് റോഡിലൂടെ. പോരാത്തതിനിപ്പം നല്ല മഴയും പെയ്യുന്നുണ്ട്. മോം, നമ്മൾ വൈകിപ്പിക്കുന്ന ഓരോ നിമിഷവും ആ പ്രവീൺ മാധവന്റെ ആവനാഴിയിലേക്കുള്ള അമ്പായിരിക്കും അത്. അങ്ങനെ ഒരു അവസരം നമ്മളായിട്ട് അവന് കൊടുക്കരുത്. പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക്.